ഇടുക്കിയിലെ ഉപതെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായിട്ട് ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ഇടുക്കി മൂന്നാർ ഉപതെരഞ്ഞെടുപ്പിൽ 11 വാർഡായ മൂലക്കടയിൽ കോൺഗ്രസ് ആണ് വിജയിച്ചിരിക്കുന്നത്. 35 വോട്ടിന്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിന് ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 11ാം വാർഡായ മൂലക്കടയിലും കോൺഗ്രസ് വിജയിച്ചു. ആദ്യം മൂലക്കടയിൽ ഇതായിരുന്നു വോട്ടെണ്ണലായിരുന്നു ആദ്യം ആരംഭിച്ചത്. 35 വോട്ടിന് ഇവിടെ കോൺഗ്രസ് ലീഡായി. അതോടൊപ്പം തന്നെ നടയാർ 18ാം വാർഡായ നടയാറിലും കോൺഗ്രസിനാണ് ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത്. 49 വോട്ടിനാണ് കോൺഗ്രസ് ഇവിടെ ലീഡ് ലഭിച്ച് ജയിച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ രണ്ട് LDF അടക്കം കോൺഗ്രസ് അടക്കം വലിയ പ്രചരണമായിരുന്നു നടത്തി വന്നിരുന്നത്. എന്നാൽ പ്രതീക്ഷ ഈ കോൺഗ്രസ് പറഞ്ഞിരുന്നു ഈ 2 വാർഡുകൾ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടെന്നും ഈ കോൺഗ്രസ് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ LDF പറഞ്ഞു ഞങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി ഞങ്ങളും തിരിച്ചു പിടിക്കുക, ഈ 2 വാർഡും നമ്മളും ജയിക്കുമെന്നെല്ലാം തന്നെ ഈ LDF വ്യക്തമാക്കുന്നു. എന്നാൽ ഇന്ന് രാവിലെ എനിക്ക് വോട്ടെണ്ണൽ കോൺഗ്രസിന് അനുകൂലമായി തന്നെ മാറി എന്ന് വേണം നമുക്ക് പറയാൻ. ഈ 2 വാർഡും കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. നിലവിലെ കക്ഷിനില ഈ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയുള്ള കക്ഷിനില കോൺഗ്രസിന് 11 അതോടൊപ്പം തന്നെ LDFിനും 8 ഏതായാലും ഇപ്പോഴുള്ള കക്ഷിനില, ഈ വിജയിച്ച ശേഷമുള്ള കക്ഷിനില വീണ്ടും കോൺഗ്രസിന് ഈ കക്ഷിനില കൂടും. കോൺഗ്രസ് 13ലേക്ക് എത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ LDF 8 നിലനിർത്തുകയും ആയിരിക്കും. ഏതായാലും കോൺഗ്രസ് വിജയത്തിൽ വലിയ സന്തോഷമാണ്. കോൺഗ്രസിന്റെ ആളുകളെല്ലാം തന്നെ വലിയ പ്രകടനമായി മൂന്നാർ ടൗണിലേക്ക് എത്തുന്നുണ്ട്. വലിയ സ്വീകരണമാണ് ഈ വാർഡിൽ നിന്ന് ജയിച്ച മെമ്പർമാർക്ക് ഇവർ ഒരുക്കിയിരിക്കുന്നത്. വലിയ ആഹ്ലാദപൂർവ്വം, വലിയ ആഘോഷപൂർവ്വം തന്നെയാണ് ഇപ്പോൾ പ്രകടനമായി ഇപ്പോൾ മൂന്നാർ ടൗണിലേക്ക് പോകുന്നത്.